അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1371. സൂറത്ത് ഹൂദ് 120 മുതൽ 123 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَكُلًّا نَّقُصُّ عَلَيْكَ مِنْ أَنبَاءِ الرُّسُلِ مَا نُثَبِّتُ بِهِ فُؤَادَكَ وَجَاءَكَ فِي هَٰذِهِ الْحَقُّ وَمَوْعِظَةٌ وَذِكْرَىٰ لِلْمُؤْمِنِينَ وَقُل لِّلَّذِينَ لَا يُؤْمِنُونَ اعْمَلُوا عَلَىٰ مَكَانَتِكُمْ إِنَّا عَامِلُونَ وَانتَظِرُوا إِنَّا مُنتَظِرُونَ وَلِلَّهِ غَيْبُ السَّمَاوَاتِ وَالْأَرْضِ وَإِلَيْهِ يُرْجَعُ الْأَمْرُ كُلُّهُ فَاعْبُدْهُ وَتَوَكَّلْ عَلَيْهِ وَمَا رَبُّكَ بِغَافِلٍ عَمَّا تَعْمَلُونَ. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وكلا نقص عليك من أنباء الرسل. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് എല്ലാം തങ്ങൾക്ക് നാം വിവരിച്ചു തരുന്നു. മാ നുസബ്ബിതു ബിഹി ഫുആദക്. ആ ചരിത്രങ്ങൾ മുഖേന തങ്ങളുടെ ഹൃദയത്തിന് സ്ഥിരത കിട്ടാൻ ആവശ്യമായത്. വജാഅക ഫീ ഹാദിഹിൽ ഹഖ്. ഇതിൽ തങ്ങൾക്ക് സത്യം വന്നു കിട്ടിയിരിക്കുന്നു. മൗഇളത്തുൻ, ഉപദേശവും, വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഉത്ബോധനവും വന്നു കിട്ടിയിരിക്കുന്നു. വഖുൽ ലില്ലദീന ലാ യുഅ്മിനൂൻ. സത്യവിശ്വാസികളല്ലാത്തവരോട് തങ്ങൾ പറയുക, യഅ്മലു, നിങ്ങൾ പ്രവർത്തിക്കുക, അലാ മക്കാനത്തിക്കും, നിങ്ങളുടെ നിലപാടനുസരിച്ച്, ഇന്നാ ആമിലൂൻ, നമ്മുടെ പോളിസി അനുസരിച്ച് നമ്മളും പ്രവർത്തിക്കുന്നു എന്ന്. വൻതളിറൂ, നിങ്ങൾ കാത്തിരിക്കുക, ഇന്നാ മുൻതളിറൂ, നിശ്ചയം നമ്മളും കാത്തിരിക്കുകയാണ്. ഇതിന്റെ ക്ലൈമാക്സ് എന്താകുമെന്ന്. വലില്ലാഹി ഗൈബുസ്സമാവാതി വൽ അർളി. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യജ്ഞാനം അല്ലാഹുവിന് അവകാശപ്പെട്ടതാകുന്നു. വൈലൈഹി യുർജഉൽ അംറു കുല്ലുഹു. കാര്യങ്ങളെല്ലാം അവനിലേക്ക് തന്നെയാകുന്നു മടക്കപ്പെടുക. ഫഅബ്ദുഹു, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക. വതവക്കൽ അലൈഹി, അവന്റെ മേലിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങയുടെ നാഥനായ അല്ലാഹു അശ്രദ്ധനല്ല തന്നെ നബിയെ എന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ അധ്യായത്തിൽ ഒരുപാട് നബിമാരുടെ ചരിത്രം അല്ലാഹു തആല വിശദീകരിക്കുകയായിരുന്നു. നേരത്തെ നൂഹ് നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ടുള്ള ഒരുപാട് നബിമാരുടെ ചരിത്രങ്ങൾ, സംഭവബഹുലമായ ഹൃദയസ്പർക്കായിട്ടുള്ള ഉത്ബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രങ്ങൾ അല്ലാഹു തആല ഇവിടെ വിശദീകരിച്ചു. ആ ചരിത്രങ്ങളൊക്കെ തങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത് തങ്ങളുടെ ഹൃദയത്തിന് സ്ഥിരത കിട്ടാനാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിച്ചു. ഈ ആയത്ത് പറഞ്ഞപ്പോൾ കുല്ലു അഖ്ബാരിൻ നഖുസ്സുഹാ അലൈക മിൻ അംബാഇർ റുസുലിൽ മുതഖദ്ദിമീന ഖബ്ലക മഅ ഉമമിഹിം. മുൻകാലത്ത് കഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ വന്ന പ്രവാചകന്മാരും ആ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത സമൂഹവും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തകൾ, വൃത്താന്തങ്ങൾ തങ്ങൾക്ക് നാം വിവരിച്ചു തന്നു. വകൈഫ ജറാ ലഹും മിനൽ മഹാജ്ജാത്തി വൽ ഖുസൂമാത്തി. അവർക്കിടയിൽ നടന്ന വെല്ലുവിളികളും അതേപോലെ തന്നെ തർക്കങ്ങളുമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നും വമഹ്തമലഹുൽ അംബിയാഉ മിനൽ തക്സീബി വൽ അദാ. അക്കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകന്മാർ ആ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ച കഷ്ടപ്പാടുകളും അവരുടെ നിഷേധത്തിന്റേതായിട്ടുള്ള ഗ്രാവിറ്റിയുമൊക്കെ എങ്ങനെയായിരുന്നു എന്നും തങ്ങൾക്ക് നാം വിശദീകരിച്ചു തന്നു. വകൈഫ നസറല്ലാഹു ഹിസ്ബഹുൽ മുഅ്മിനീൻ. അല്ലാഹു തആല തന്റെ സത്യവിശ്വാസികളായ വിഭാഗത്തെ എങ്ങനെയാണ് സഹായിച്ചതെന്നും വഖദല അഅദാഅഹുൽ കാഫിരീൻ. നിഷേധികളായ അള്ളാഹുവിന്റെ ശത്രുക്കളെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയതെന്നും തങ്ങൾക്ക് നേരത്തെ നാം വിശദീകരിച്ചു തന്നു. കുല്ലു ഹാദാ മിമ്മാ നുസബ്ബിതു ബിഹി ഫുആദക യാ മുഹമ്മദ്. ഓ നബിയെ, തങ്ങളുടെ ഹൃദയത്തിന് ഈ ചരിത്രങ്ങളിലൂടെ നാം ധൈര്യവും സ്ഥൈര്യവും സ്ഥിരതയും നൽകുന്ന കാര്യങ്ങളാണ്. എല്ലി യകൂന ലക ബിമൻ മളാ മിൻ ഇഖ്വാനിക മിനൽ മുർസലീന ഉസ്വ.
കഴിഞ്ഞ കാലത്ത് ജീവിച്ചുപോയ പ്രവാചകന്മാരിൽ നിന്ന് തങ്ങൾക്ക് നല്ലൊരു മാതൃക ഉണ്ടാകുന്നതിനാണ് ഈ ചരിത്രങ്ങളെല്ലാം വിവരിച്ചിരിക്കുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പേ നടന്നുപോയ ആളുകളുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ, ഒരുപാട് സന്ദേശങ്ങൾ ഉണ്ടാകും. ആ സന്ദേശങ്ങളെക്കുറിച്ച് സവിസ്തരം നമ്മൾ മനസ്സിലാക്കുന്നതും അത് പ്രതിപാദിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പരമാവധി ആവാഹിക്കാനും അതിൽ നിന്ന് പകർത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി വിജയിക്കാൻ ആവശ്യമായ മുൻകരുതൽ എടുക്കാനും സഹായകമാണ്. അതാണ് അല്ലാഹു തആല ഖുർആനിന്റെ നല്ലൊരു ഭാഗവും ചരിത്രം പറയാനാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അപ്പൊ അല്ലാഹു ഇവിടെ ചരിത്രങ്ങൾ പറയുന്നത് അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ചരിത്രത്തിൽ നല്ലവരുടേതായാലും മോശക്കാരുടേതായാലും ചരിത്രങ്ങൾ വിവരിക്കുന്നതിൽ ഒരു വലിയ സംഗതി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കുറെ പാഠങ്ങളുണ്ടാകും. നല്ലവരുടെ ചരിത്രം നമുക്ക് പകർത്താനുള്ളതാണെങ്കിൽ മോശക്കാരുടെ ചരിത്രം അത്തരത്തിലുള്ള ഒരു അരുതായ്മയിലും നമ്മൾ ചെന്നുപെടരുത് എന്ന ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സംഗതികളെല്ലാം ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഘടകങ്ങളുണ്ടാകും. ഇപ്പൊ ഇബ്ലീസിന്റെ ചരിത്രം അല്ലാഹു തആല പറഞ്ഞാൽ, ഫറോവയുടെ ചരിത്രം അല്ലാഹു പറഞ്ഞാൽ, നമ്രൂദിന്റെയും ഖാറൂനിന്റെയും ചരിത്രം അല്ലാഹു പറഞ്ഞാൽ, ഇസ്ലാമിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത മക്ക മുശ്രിക്കുകളുടെ ചരിത്രങ്ങൾ അല്ലാഹു തആല പറഞ്ഞാൽ, ആ ചരിത്രത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പരമാവധി സ്വാംശീകരിക്കേണ്ടത് എന്താ? ഇവരെല്ലാം ധിക്കാരികളും തെമ്മാടികളും തോന്നിവാസികളുമായിരുന്നു. അത്തരക്കാരായ ആളുകളുടെ തെറ്റായ നിലപാടുകൾക്ക് അല്ലാഹു തആല കടുത്ത ശിക്ഷ അവർക്ക് നൽകി. ദുനിയാവിലും ആഖിറത്തിലും അവർ പരാജയത്തിന്റെ കയ്പുനീര് അനുഭവിക്കേണ്ട ഗതികേടിലെത്തിപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവരിലുള്ള ദുസ്വഭാവങ്ങൾ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാനാണ് ഇതിലൂടെ നമ്മൾ ശ്രമിക്കേണ്ടത്. സത്യവിശ്വാസവും അതേപോലെ നല്ല കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ മുന്നേറ്റവും അത് ത്വരിതപ്പെടുത്താനും സജീവമാക്കാനുമുള്ള ശരിയായ ഉത്ബോധനം നമുക്ക് നൽകുന്നതാണ് മഹാന്മാരായ അംബിയാഇന്റെയും സാലിഹീങ്ങളുടെയും ചരിത്രം. അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രങ്ങൾ നിരന്തരം നമ്മൾ അയവിറക്കണം. ആ ചരിത്രങ്ങൾ നമ്മൾ പറയണം, പാടണം. ആ ചരിത്രങ്ങൾ പറയുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതേപോലെ എന്റെ ജീവിതത്തിലേക്ക് പരമാവധി അത് ആവാഹിക്കാൻ അല്ലെങ്കിൽ അത് എന്റെ ജീവിതത്തിലേക്ക് കൂടി പ്രാക്ടിക്കലാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന സജീവമായ ചിന്തയും ശ്രദ്ധയും നമുക്കുണ്ടാവുമല്ലോ. അത്തരം ചിന്തയും ശ്രദ്ധയും നമ്മെ ആത്മീയമായി നന്നാക്കാൻ സഹായകമാകുമല്ലോ. അപ്പൊ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യമായ ജാഗ്രതയും നന്മയിലേക്ക് പരമാവധി സജീവതയോടുകൂടെ കടന്നു വരാനുള്ള മോട്ടിവേഷനും ഇത് രണ്ടും സമൂഹത്തിന് സമ്മാനിക്കുന്നതാണ് പൂർവ്വകാല ചരിത്രങ്ങളെ നമ്മൾ കൃത്യമായി അപഗ്രഥിക്കുന്നത്. അതാണ് നമ്മുടെ നാടുകളിലൊക്കെ പണ്ടുകാലത്ത് വളരെ സജീവമായി മാലകളും മൗലിദുകളുമൊക്കെ മുസ്ലിം സമൂഹം നിരാക്ഷേപം കൊണ്ട് നടന്നത്. മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഹീദ്ദീൻ മാല, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമായി വിറക്കുന്ന റിഫായി മാല, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമായി വിറക്കുന്ന നഫീസത്ത് മാല അടക്കം അസ്ഹാബുൽ ബദറിന്റെ ധീരോദാത്തമായ ചരിത്രങ്ങൾ പറയുന്ന ബദർ കിസ്സ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ നേടാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മാലകൾ ഇങ്ങനെ പാടുമ്പോൾ അത്തരം കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതേ സ്വഭാവം എന്റെ ജീവിതത്തിലേക്ക് പരമാവധി പകർത്തണം എന്നൊരു ഉൾവിളി ഉണ്ടാകില്ലേ? കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ എന്ന് ഗൗസുൽ ആലം തങ്ങൾക്കുടെ കുട്ടിപ്രായത്തിൽ തന്നെ കള്ളം പറയരുതെന്ന ഉമ്മയുടെ ഉപദേശം ഫലപ്രദമാക്കാൻ തന്റെ കയ്യിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന സത്യം വിളിച്ചു പറഞ്ഞ മഹാനരായ ഗൗസുൽ ആലം തങ്ങളുടെ ചരിത്രം നമ്മൾ അയവിറക്കുമ്പോൾ ചില്ലറ ലാഭങ്ങൾക്കും ഭൗതികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്കും വേണ്ടി ഒരു മനസാക്ഷിക്കുത്തുമില്ലാതെ കള്ളം പറയാൻ നാവ് വളക്കുന്നവർക്ക് ഒരിക്കലും എന്റെ ജീവിതം അങ്ങനെ ആയിക്കൂടാ എന്നതിലേക്കുള്ളൊരു വല്ലാത്ത ഉത്ബോധനം അതിൽ നിന്ന് ലഭിക്കുകയല്ലേ? ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളുടെ തന്നെ ജീവിതത്തിൽ നിലവേറും ഇശാ തൊഴുതൊരുവാലെ
40 ഇറ്റാണ്ട് സുബഹി തൊഴുതോവർ എന്ന് ഓതുമ്പോ അല്ലെങ്കിൽ അത് പാടുമ്പോ എന്തൊരു ആരാധനയുടെ സജീവതയിലാണ് മഹാന്മാരൊക്കെ ജീവിച്ചു പോയത് എന്ന് നമ്മൾ ഓർക്കുകയും എന്റെ ആരാധനാ രംഗത്തുള്ള സജീവത എന്തുമാത്രം വീക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പരമാവധി തെറ്റുതിരുത്തി നന്മയുടേതായിട്ടുള്ള റൂട്ടിലേക്ക് കടന്നു വരാനുള്ള ഒരു ഉൾവിളി നമുക്കുണ്ടാവുമെന്ന കാര്യം തർക്കമില്ലാത്തതല്ലേ. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായിട്ടുള്ള നമ്മുടെ പൂർവികർ ഇത്തരത്തിലുള്ള മാലകളും മൗലിദുകളും ഒക്കെ നാട്ടിൽ സജീവാക്കിയത്. എന്നാൽ എന്തൊക്കെയോ ദുർന്യായങ്ങൾ പറഞ്ഞു, അതിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത വിശദീകരണങ്ങൾ കൊണ്ടുവന്നു. സമൂഹത്തിന്റെ ചിന്തയിൽ നിന്ന് അത്തരം കൾച്ചറുകളെല്ലാം എടുത്തു കളയാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കുറച്ച് സാധുക്കളായിട്ടുള്ള ആൾക്കാർ അവർ സജീവമായി ഇന്നും പ്രവർത്തിക്കാണ്. ഈ മാല പാടിക്കൂടാ, ആ മൗലിദ് ഓതിക്കൂടാ, അതിലൊക്കെ എന്തൊക്കെയോ മഹാകുഴപ്പങ്ങൾ കടന്നിട്ട് കൂടിയിട്ടുണ്ട് എന്നാണ് ഇവർ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ അത് പാടേണ്ട പോലെ പാടിയാൽ, പറയേണ്ട പോലെ പറഞ്ഞാൽ അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കാൻ മാത്രം മനസ്സ് പാകപ്പെടാത്ത ആളുകൾ ദയവ് ചെയ്ത് അവർ മനസ്സിലാക്കിയതിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും കൊണ്ട് മെക്കിട്ട് കയറാൻ ശ്രമിക്കുന്നതിന് പകരം അവരതിന്റെ വസ്തുതാപരമായ വിശകലനവും വിശദീകരണവും എന്താണെന്ന് യോഗ്യരായ ആളുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അവർക്ക് ഇவ்விധത്തിലുള്ള നന്മ മുടക്കികളായി മാറുന്ന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വളരെ സ്നേഹത്തോടെ ഉണർത്താനുള്ളത്. അപ്പൊ ഏതായാലും അതൊക്കെ നമ്മുടെ നാടുകളിൽ സജീവമായി നിലനിൽക്കേണ്ടതാണ്. അതിലൂടെ നല്ലവരുടെ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പരമാവധി പ്രാവർത്തികമാക്കാനുള്ള പ്രചോദനം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തിന്റെ വീതിയിൽ അതിഗുരുതരമായ പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ള പ്രവാചകരാണ്. എന്നാൽ ഓരോ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ, ആ പ്രതിസന്ധികൾ വരുമ്പോൾ ധൈര്യത്തോടുകൂടി അതിനെ നേരിടാൻ നെഞ്ചുവിരിച്ചു നിന്ന് ആ പ്രതിസന്ധിയെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ധൈര്യവും അതേപോലെ തന്നെ സ്ഥൈര്യവും ഒക്കെ ലഭിക്കുന്നതിന് ഞാൻ മാത്രമല്ല ഈ രംഗത്ത് എന്റെ മുൻഗാമികളായ മഹാമനീഷികളും ഇவ்விധം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലിട്ട് വറക്കപ്പെട്ടവരാണെന്നും എന്നിട്ട് അവരെ ആരെയും ഈ ഉദ്യമത്തിൽ നിന്ന്, ഈ ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ടടുപ്പിക്കാൻ, ഒരു ഇഞ്ച് അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവരെ പിന്മാറ്റാൻ ശത്രുക്കൾക്ക് സാധിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് ഞാനും നേരിന്റെയും ശരിയുടെയും പക്ഷത്ത് നെഞ്ചുറപ്പോടുകൂടെ ആ മഹാന്മാരുടെ അതേ മാതൃകകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുമെന്നുമുള്ള ഒരു വല്ലാത്ത പ്രഖ്യാപനത്തിന് വേദിയൊരുക്കുകയാണ് വാസ്തവത്തിൽ മഹാന്മാരുടെ ചരിത്രം എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. അതാ വകുല്ലൻ നഖുസ്സു അലൈക മിൻ നബാഇർ റസൂൽ, പ്രവാചകന്മാരുടെ വർത്തമാനങ്ങളിൽ നിന്ന് നബിയെ എല്ലാം തങ്ങൾക്ക് നാം വിവരിച്ചു തരുന്നു. മാ നുസബ്ബിതു ബിഹി ഫുആദക്, തങ്ങളുടെ ഹൃദയത്തിന് സ്ഥിരത ലഭിക്കാൻ ആവശ്യമായത്. വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഈ അധ്യായത്തിലൂടെ തങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു സത്യം. വമൗഇലത്തുൻ, ഉപദേശവും, വദിക്റാലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് ഉത്ബോധനവും വന്നു കിട്ടിയിരിക്കുന്നു. ഈ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നബിമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും നൽകിയിരിക്കുകയാണ്. എങ്ങനെയാണ് വിശ്വാസികൾക്ക് അല്ലാഹു രക്ഷ കൊടുത്തതെന്നും എങ്ങനെയാണ് നിഷേധികളെ അല്ലാഹു തആല നശിപ്പിച്ചതെന്നുമുള്ള ചരിത്രങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് വിശ്വാസികളല്ലാത്തവർക്ക് നിഷേധത്തിന്റെ ശൈലിയിൽ നിന്ന് മാറാനുള്ള പ്രചോദനമുണ്ടാകും. ഇപ്പൊ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽക്ക് ഇങ്ങോട്ടുള്ള ഓരോ കാലഘട്ടത്തിലെയും നിഷേധികൾ, ആ നിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വംശനാശം വരും വിധത്തിൽ ശിക്ഷിച്ച കഥകൾ പറയുമ്പോൾ അതേ നാട്ടിൽ തന്നെ അതേ ശിക്ഷ ഇറങ്ങുന്ന സമൂഹത്തിൽ തന്നെ അതേ സ്പോട്ടിൽ പ്രവാചകന്മാരെയും വിശ്വാസികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന കഥകളും പറയുമ്പോൾ നിഷേധികൾക്ക് ഇതിലുള്ള ചരിത്രം എന്താണ്, ഉപദേശം എന്താണോ, മൗഇലത്തുൻ യർതദിഉ ബിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്ക് ഈ നിഷേധ നിലപാടിൽ നിന്ന് മടങ്ങാനുള്ള ഉപദേശം അതിലുണ്ട്. വദിക്റാ യതവക്കറു ബിഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക് കാര്യങ്ങളെ യഥാവിധം ബഹുമാനപുരസ്സരം കാണാനുള്ള ഉത്ബോധനവും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വഖുല്ലിൽ ലദീന ലാ യുഅ്മിനൂൻ, നബിയെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക്, അതായത് വസ്തുതാപരമായ വിഷയങ്ങൾ കൃത്യമായി അപഗ്രഥിക്കുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടും ആ ശരിയുടെ പക്ഷത്തും നേരിന്റെ പക്ഷത്തേക്കും കടന്നുവരാൻ സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, തെറ്റിന്റെയും അതേപോലെ തിന്മയുടെയും പക്ഷത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് ആ തെറ്റുകൾക്ക് ദുർന്യായം പറയാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾ,
അവരോട് തങ്ങൾ പറയണം വഖുല്ലില്ലദീന ലാ യുഅ്മിനൂൻ, സത്യവിശ്വാസം സ്വീകരിക്കാത്തവരോട് തങ്ങൾ പറയണം യഅ്മലു അലാ മകാനത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കൂ. അതായത് അലാ തരീഖത്തിക്കും വമൻഹജിക്കും, നിങ്ങളുടെ റൂട്ട് അനുസരിച്ച് നിങ്ങളുടെ പോളിസി അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ. ഇന്ന ആമിലൂൻ, ഞങ്ങൾ ഞങ്ങളുടെ റൂട്ട് അനുസരിച്ചും ഞങ്ങളുടെ പോളിസി അനുസരിച്ചും പ്രവർത്തിക്കുകയാണ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പറയേണ്ടതൊക്കെയും ഉപദേശിച്ചു കൊടുക്കേണ്ടതൊക്കെയും അതേപോലെ എടുക്കേണ്ട സ്റ്റാൻഡുകൾ എന്താണെന്നും എല്ലാം വസ്തുതാപരമായി വിശദീകരിച്ചിട്ടും ആ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ അശേഷം സന്മനസ് കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ പറയാനുള്ളത് എന്താ? നിങ്ങൾക്ക് നിങ്ങളെ വഴി, നമുക്ക് നമ്മളെ വഴി, നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കൂ, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള റൂട്ടുണ്ട്, ഞങ്ങളുടെ ഒരു പോളിസിയുണ്ട്, ആ പോളിസി അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. വൻചലിറൂ, നിങ്ങൾ കാത്തിരിക്കൂ, ഇന്ന മുൻതളിറൂ, ഞങ്ങളും കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇബ്നു കസീർ പറയുന്നത് ഫസതഅലമൂന മൻ തകൂനു ലഹു ആഖിബത്തുദ്ദാർ, വിജയം അന്തിമമായിട്ട് ആർക്കാണ് ഉണ്ടാവുക, പരലോകത്ത് ആരാണ് സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയാനുള്ള യോഗ്യതയുള്ളവരാവുക, ആരാണ് നരകത്തിന്റെ ഗുരുതരമായ ശിക്ഷകൾ അനുഭവിച്ച് അങ്ങേയറ്റം നട്ടം തിരിയേണ്ട ഗതികേടിലെത്തിപ്പെടുക, ഇതൊക്കെ നമുക്ക് കാത്തിരിക്കാം. ഭാവിയിൽ അതിന്റെ വിഷയങ്ങളൊക്കെ കാണും, ബോധ്യപ്പെടും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചു. വാസ്തവത്തിൽ ഏറ്റവും വലിയ താക്കീതിന്റെ ഒരു ശൈലിയാണിത്. നിങ്ങൾ കാത്തിരുന്നോളൂ, ഞങ്ങളും കാത്തിരിക്കുകയാണ്, കാണാമല്ലോ നമുക്ക് ആർക്കാണ് വിജയമുണ്ടാവുക എന്ന്. അതായത് വിജയത്തിന്റേതായിട്ടുള്ള ശരിയായ റൂട്ടിൽ ഞങ്ങൾ തന്നെയാണ് ഉള്ളതെന്ന് കൃത്യമായി ഉറപ്പിച്ചുകൊണ്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ അതിലടങ്ങിയിട്ടുള്ളത്. ഇത് കണ്ടിട്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഉത്ബോധനം കേട്ടിട്ടെങ്കിലും തെറ്റായ ചിന്തയിൽ നിന്ന് വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരാനുള്ള പ്രചോദനം അവർക്ക് ലഭിക്കട്ടെ എന്നാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യജ്ഞാനങ്ങളെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, യുഖ്ബിറു തആല, അള്ളാഹു പറയുന്നത് അന്നഹു ആലിമു ഗൈബിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളിലുള്ള അദൃശ്യങ്ങളെല്ലാം അറിയുന്നവൻ ആത്യന്തികമായ അള്ളാഹുവാണ്. വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നതും അവനിലേക്കാണ്. കാര്യങ്ങളെല്ലാം മടക്കപ്പെടുന്നത് അവനിലേക്കാണെന്ന് പറഞ്ഞാൽ വസയൂഫി കുല്ല ആമിലിൻ അമലഹു യൗമൽ ഹിസാബ്, ഓരോ ആള് പ്രവർത്തിച്ചതിനുമുള്ള ശരിയായ പ്രതിഫലം വിചാരണയുടെ നാളിൽ അല്ലാഹു തആല ഓരോരുത്തർക്കും പൂർത്തിയാക്കി നൽകും. ഓരോരുത്തരുടെ ജീവിതത്തിലും എന്താണോ നടന്നിട്ടുള്ളത് ആ നടന്നതിനുള്ള അർഹമായ പ്രതിഫലം അല്ലാഹു ഓരോരുത്തർക്കും നൽകും. അതിനാൽ ഫഅബ്ദുഹു, നബിയെ തങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, വതവക്കൽ അലൈഹി, അവന്റെ മേലിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. കാരണം ഫഇന്നഹു കാഫിൻ മൻ തവക്കല അലൈഹി വഅനാബ ഇലൈഹി, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അവരിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു മതിയായവനാകുന്നു. അപ്പൊ ഈ ലോകത്ത് ആർക്ക് ഏതൊക്കെ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിലും ഏത് വിധത്തിലുള്ള തിന്മകളിൽ നിന്ന് അവരെ രക്ഷപ്പെടണമെങ്കിലും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിലും ഒക്കെ പടച്ച തമ്പുരാൻ തീരുമാനിച്ചിട്ടും അവന്റെ കഴിവ് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നമുക്ക് ഭൗതികമോ അഭൗതികമോ ആയ നിലക്ക് ആരിൽ നിന്ന് ഏതൊക്കെ സഹായങ്ങൾ ലഭിച്ചാലും ആ സഹായങ്ങളുടെ എല്ലാം യഥാർത്ഥ ഉടമസ്ഥനും അതിന്റെ അവകാശിയും അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കണം. അത് അള്ളാഹുവാണെന്ന് മനസ്സിലാക്കിയാൽ സാധാരണക്കാരോട് നമ്മൾ സാധാരണ വിഷയത്തിൽ അപ്രോച്ച് ചെയ്യുന്നത് തവക്കുലിനെതിരല്ലാത്തതുപോലെ അസാധാരണക്കാരോട് അസാധാരണ നിലക്കുള്ള സഹായത്തിന് അപ്രോച്ച് ചെയ്യുന്നതും ഒരിക്കലും തന്നെ തവക്കുലിനെതിരല്ല എന്ന തിരിച്ചറിവ് കൂടുണ്ടായാൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നല്ല മുവഹിദീങ്ങളെ, ഏകദൈവ വിശ്വാസികളെ ശിർക്കിന്റെ ചാപ്പകുത്തി ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നടത്തുന്ന അങ്ങേയറ്റം പ്രകോപനപരവും അങ്ങേയറ്റം അക്ഷന്തവ്യവുമായ നിലപാടിൽ നിന്ന് മാറാൻ കൂടി ചിലർക്ക് സഹായകമാകുമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങയുടെ നാഥൻ അശ്രദ്ധനല്ല. അതായത് ഓരോരുത്തരും ചെയ്യുന്നത് എന്താണെന്ന് അള്ളാഹു നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം തന്നെ, നന്മ ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലവും തിന്മ ചെയ്തവരുടെ പാപത്തിന്റെ ശമ്പളവും അള്ളാഹു തആല കൃത്യമായി ഓരോരുത്തർക്കും നൽകും. അപ്പൊ അത് ലഭിക്കുന്ന സമയത്ത് കൈകടിക്കാതിരിക്കാനും ദുഃഖിക്കാതിരിക്കാനും ജീവിക്കുന്ന കാലത്ത് തന്നെ മുൻകരുതലെടുക്കുക എന്നതാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട ശരിയായ ചിന്ത എന്നാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. ഈ അധ്യായത്തോടെ അവസാനിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ചിന്തിക്കാനുള്ളത്, അല്ലാഹു തആല അവന്റെ പ്രവാചകന്മാരിലൂടെ അവന്റെ ശരിയായ മതത്തിന്റെ ആശയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു.
ആ പ്രവാചകന്മാർക്ക് സമാപനം കുറിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആശയങ്ങളെല്ലാം സ്വാംശീകരിച്ച് നമ്മളോട് ഉത്ബോധനം നടത്തുന്നു. ആ ഉത്ബോധനങ്ങളൊക്കെ സ്വീകരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി